ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു ടോപ്പിക്കാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുന്നത് PC മോഹനൻ ISS. സാറിൻ്റെ ഒരു പ്രത്യേകത, സാർ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ആളാണ്. സാർ ഒരു ഇന്ത്യൻ നമ്മുടെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ CSO ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ISS കിട്ടി ദീർഘകാലം സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ ഇരുന്ന ഒരാളാണ് മോഹൻ സാറ്. അതുപോലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ടും സാറ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനും സാറ് തന്നെയാണ്. ഈ രീതിയിൽ ഒരു ഒഫീഷ്യൽ സിസ്റ്റത്തിൽ വളരെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ടോക്ക് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നമ്മളെപ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും ആ മേഖലകളിൽ വർക്ക് ചെയ്ത ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് സാറിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾക്ക് പാസ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ എനിക്കൊരു ഖേദം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓഡിയൻസ് അതിനനുസരിച്ചിട്ട് ഇല്ല എന്നുള്ളൊരു പ്രശ്നം, അതിൻ്റെ ഒരു ഖേദം സാറിനെ അറിയിക്കുന്നു. ഇതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ആയതുകൊണ്ട് 4 വേദികളിൽ ആൾക്കാർ ചിതറിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിലൊരു ഖേദം സാറിനെ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്നത് പല ടൈപ്പ് ലിറ്ററസി നമ്മൾ പറയുമെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടുള്ള ലിറ്ററസി എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഒരു ഡാറ്റ ഡ്രൈവൺ ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള അറിവ് നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് കൃഷ്ണൻ സാറിൻ്റെ ടോക്കിലും പല ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് സാർ പറയുകയുണ്ടായി. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അറിവ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അറിവാകാം, അതോടൊപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയുടെ ഭാഗമാണ് ശരിക്കും ഇപ്പോൾ ഒഫീഷ്യൽ സിസ്റ്റം ആണെങ്കിൽ തന്നെയും അതിലേക്ക് ഡാറ്റ വരുന്നത് ഈ ലോവർ ലെവലിൽ നിന്നാണ് ഡാറ്റ വരുന്നത്. ഇപ്പോൾ ഈ CSO ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പല കണക്കുകളും ഇപ്പോൾ ഹൗസ് ഹോൾഡ് ലെവലിൽ അത് കളക്ട് ചെയ്തിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഡാറ്റ കൊടുക്കുന്നവർ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന ഇൻഡിക്കേറ്റേഴ്സ് പലതും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു സെൻട്രൽ മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കേരളത്തിന് സെൻട്രൽ കോൺട്രിബ്യൂഷൻസ് വളരെ കുറഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം മുൻനിർത്തി പറഞ്ഞത് കുറേ ഇൻഡെക്സുകളാണ്. പല ഇൻഡെക്സിലും നമ്മൾ മുന്നിലെത്തിയത് കൊണ്ട് നമുക്കിനി ഇത് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഇത് എഡ്യൂക്കേഷൻ, ആരോഗ്യം ഇതിലൊക്കെ കേരളം ഇൻഡെക്സിൽ മുന്നിലാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്കൊരു പ്രോഗ്രസ്സിനെന്ന് പറഞ്ഞ് ഫണ്ട് കൊടുക്കാനില്ല. അപ്പോൾ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ ഫണ്ട് തരാം എന്നുള്ള രീതിയിലുള്ളൊരു വാദം നമ്മൾ കേട്ടു. അപ്പോൾ ഇത്തരം ഇൻഡെക്സുകളൊക്കെ ഉണ്ടാകുന്നത് ഈ ഇതുപോലെ സൊസൈറ്റിയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്സ്, ആ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിനോടെത്തിയ മോഹൻ സാറിനെ ആദ്യമായിട്ട് ഞാൻ ഈ രീതിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ക്ലാസ് ശ്രമിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ആദ്യമായി ഇന്ന് ഈ കാലിക്കറ്റ് ആർട്സ് കോളേജ് ലിറ്റററി ഫെസ്റ്റിവലിന് ക്ഷണിച്ച സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി അധികം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചത് 45-47 കൊല്ലം മുമ്പാണ്. അതിനുശേഷം
സ്റ്റാറ്റിസ്റ്റിക്സ് തിയറിയൊന്നും അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പ്രത്യേക ഭാഗം, അതായത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഔദ്യോഗിക കണക്കുകൾ, ആ ഒരു മേഖലയിൽ മാത്രമാണ് ഞാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിയറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓസോൺ ഡിസ്ട്രിബ്യൂഷനോ നോർമൽ ഡിസ്ട്രിബ്യൂഷനോ ഒന്നും പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല. ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി അതൊരു അത്ര പഴയ ഒരു ടോപ്പിക്കല്ല. അത് അധികകാലത്തും ഉപയോഗത്തിൽ വരാതിരിക്കുന്ന ഒരു അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഞാൻ താല്പര്യം എടുക്കാൻ കാരണം കഴിഞ്ഞ വർഷം ഹിന്ദു സെൻറ്റർ ഓഫ് പബ്ലിക് പോളിസി എന്നൊരു ഇതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞിരുന്നു. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി നോക്കിയത് ആ സമയത്താണ്. അപ്പോൾ അന്ന് എഴുതിയ കാര്യങ്ങളുടെ ഒരു സമ്മതി മാതിരിയാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്തിനാണ്, പലതരം ലിറ്ററസി ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കാലത്ത് ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പേപ്പറിൽ വരുന്നൊരു കാര്യം എന്താണ്? കുംഭമേള അല്ലേ? കുംഭമേളയെ പറ്റിയിട്ട് നിങ്ങൾ അപ്പോൾ അതിനെ പറ്റിയിട്ട് വരുന്ന ഒരു നമ്പർ എന്താണ്? എത്ര പേര് കുംഭമേളയിൽ പോയി എന്നുള്ളൊരു നമ്പർ വരുന്നില്ലേ? നിങ്ങളാരും പേപ്പറിലെ ഗൂഗിളിൽ നോക്കിയപ്പോൾ അപ്പം കുംഭമേളയിൽ പോയത് ഏകദേശം 50 കോടി ജനങ്ങൾ കുംഭമേളയിൽ പങ്കെടുത്തു എന്നാണ് ഇന്നലെ വരെ വരുന്ന വിവരം. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും ചിലപ്പം ഈ 50 കോടി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ 50 കോടിയെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഈ 50 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിൽ എത്ര ജനങ്ങളുണ്ടെന്ന് 104, നമുക്കറിയില്ല, കാരണം സെൻസസ് നടത്തിയിട്ടില്ല കുറേ കാലമായിട്ട്. എന്നാലും നമുക്കറിയാം ഒരു 140 കോടി ജനങ്ങളുണ്ടാവും. 140 കോടി ജനങ്ങളുടെ 50 കോടി ജനങ്ങൾ വെച്ചാൽ 1/3. ഇവിടെ ആരെങ്കിലും കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ എസ്റ്റിമേഷൻ? 0% എന്നല്ലേ പറയാൻ. നമ്മൾ ഈ സാമ്പിൾ എടുത്തിട്ട് കുംഭമേളയിൽ എത്ര പേര് ചോദിച്ചാൽ ആരും പോയിട്ടില്ല, 0 പേര്. പക്ഷേ ഗവൺമെൻറ്റും ഇതിൻ്റെ ഓർഗനൈസേഴ്സും ഒക്കെ പറയുന്നത് 50 കോടി ജനങ്ങളാണ് പോയി. അത് ഇന്നലെ മറ്റേ വന്ന ദിവസം അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 145 കോടി ജനങ്ങളുണ്ടെങ്കിൽ 50 കോടി ജനങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവാം, എനിക്കറിയില്ല, നമുക്കറിയില്ല. അതിനകത്ത് തന്നെ നമ്മൾ ഒരു 25 കോടി വേറെ മതം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ. അവർ പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ആ 145-ന്ന് 25 പോയി 120 കോടി. അപ്പോൾ 120 കോടി എന്ന് പറഞ്ഞാൽ 50 കോടി ജനങ്ങൾ പോയി. ഇനിയൊരു 10-15 ദിവസം ബാക്കിയുണ്ട്. ഒരു 60 കോടിയെങ്കിലും ആവും. അപ്പം പകുതി ആൾക്കാരെങ്കിലും അവിടെ പോയി കുളിച്ചു വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. അറിയില്ല, എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാവരും പോയവർ തന്നെ പിന്നെയും പോകുന്നുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് ഈ കണക്കുകൾ വന്നത്? ഈ കണക്കിലൊരു സംശയം വരാനുള്ളത് അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയുടെ. നമ്മൾ ബ്ലൈൻഡായിട്ട് പറഞ്ഞ കാര്യങ്ങൾ 50 കോടി എന്ന് പ്രസ്താവന വെക്കാതെ 50 കോടി വരാൻ സാധ്യതയുണ്ടോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ ലിറ്ററസിയിൽ വരുന്നത്. അപ്പോഴാണ് നമ്മൾ നോക്കുക ഈ 50 കോടി എന്നുള്ള നമ്പർ എവിടെ നിന്ന് വന്നു? അവിടെ ഒരാളും കൗണ്ട് ചെയ്യാനൊന്നുള്ള സാധ്യതയില്ല. ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ഹജ്ജിനൊക്കെ ആണെങ്കിൽ എല്ലാവരും കണക്കുണ്ട്, ഓരോരുത്തർ പോകുന്നവർക്ക് പാസ്പോർട്ടും വിസയും എൻട്രി ഇതൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഈ നമ്പർ എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള യാതൊന്നുമില്ല. ചിലർ പറയുന്നത് സാറ്റലൈറ്റ് നോക്കിയിട്ടാണ്. സാറ്റലൈറ്റ് കണ്ട എല്ലാം കിട്ടുന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ സാറ്റലൈറ്റ് നോക്കിയാൽ ആൾക്കാർ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇതുമാതിരി ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിങ്ങനെ പേപ്പറിലും പ്രസംഗങ്ങളിലും TV-യിലും ചർച്ചകളിലും പ്രത്യേകിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി, അതിനാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അതെല്ലാവർക്കും വേണം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസിന് മാത്രം പോരാ, അതിൽ കൂടുതൽ ബാക്കിയുള്ളവർക്കാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഇതേ മാതിരിയാണ് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് വെറും ലിറ്ററസി ആണ്, സാക്ഷരത. കേരളം 100% സാക്ഷരത സംസ്ഥാനമായി. അപ്പോൾ എന്താണ് ലിറ്ററസിയുടെ നിർവചനം? എഴുതാനും വായിക്കാനും പറ്റണം. പണ്ടൊക്കെ ആണെങ്കിൽ ഒപ്പിടാൻ പറ്റുമെന്നായിരുന്നു. അതിൻ്റെ എഴുതാനും വായിക്കാനും പറ്റിയാൽ മാത്രം പോരാ, റീഡിങ് ആൻഡ് റൈറ്റിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. മനസ്സിലാക്കിക്കൊണ്ട് എഴുതാനും വായിക്കാനും പറ്റുന്നൊരു എബിലിറ്റിയാണ് നമ്മൾ പറയുന്ന ഈ ലിറ്ററസി. അത് അളന്നു നോക്കാം. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു സെൻറ്റൻസ് വായിക്കാൻ പറയാൻ സർവേക്ക് പോകുമ്പോൾ നമ്മൾ പറയാമെന്നുള്ളതൊന്ന് വായിച്ചു നോക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു വാചകം എഴുതി തരുമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സംഗതി നമ്മളെല്ലാവർക്കും പരിചയമുള്ള സംഗതിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഈ ലിറ്ററസി, നോർമൽ ലിറ്ററസി. അതാണ് നമുക്കെല്ലാം പരിചയമുള്ളൊരു സംഗതി. പിന്നെ വന്നൊരു സംഗതിയാണ് ന്യൂമറസി എന്ന് പറഞ്ഞൊരു വാക്ക് വന്നത് കുറേ മുമ്പ്. ന്യൂമറസി വെച്ചാൽ കൂട്ടാനും പെരുക്കാനും ഗുണിക്കാനും അരിക്കാനും അടിസ്ഥാനമായ
ഒരു കഴിവാണ്. കാരണം അതെന്തിനാണ് ആവശ്യം? നമുക്ക് സാമ്പത്തിക മേഖലകളിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് കണക്ക് കൂട്ടാനുള്ളൊരു കഴിവ് വേണം. അതുകൊണ്ട് ലിറ്ററസി മാത്രം പോരാ, ഒരു ന്യൂമറസി വേണമെന്നുള്ളൊരു തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് കാലം ഒരു 10-20 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ്സ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള, കമ്പ്യൂട്ടറിൽ കോഡിങ് ചെയ്യണമെന്നോ സ്റ്റാറ്റോ ആറിൽ വെച്ച് കോഡ് ചെയ്യണമെന്നല്ല, ഒരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ടെർമിനലിൽ നോക്കാൻ പറ്റുമോ നമുക്ക്, ഇങ്ങനത്തെ ലിറ്ററസിയാണ്. പിന്നീട് ഇതേമാതിരി പറയുന്നതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ലിറ്ററസി ആവശ്യമുണ്ടോ? അത് വളരെ പ്രസക്തമായ സംഗതിയാണ് കേരളത്തിലിപ്പം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പകുതി വിലയ്ക്കെന്ന് പറഞ്ഞ ആൾക്കാർ ഉടനെ പോയിട്ട് പകുതി വിലയ്ക്ക് എൻറോൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഒരു സാമ്പത്തിക ലിറ്ററസി പകുതി വിലയ്ക്ക് നമുക്ക് ലോകത്തിലുള്ള സകലദാനവും പകുതി വിലയ്ക്ക് കിട്ടുമോ? അത് ആലോചിക്കാനുള്ളൊരു കഴിവ് നമുക്കില്ല, അത് ആലോചിക്കാനുള്ള ആവശ്യമൊന്നും വന്നിട്ടില്ല. അതുമാതിരി തന്നെയാണ് പല ഇൻവെസ്റ്റ്മെൻറ്റിലും ആൾക്കാർ ചെയ്യുമ്പോഴും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്താനും അതിനെപ്പറ്റി ആലോചിക്കാനുള്ള കഴിവ് വേണം. അതിനാണ് ആൾക്കാർ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. പൈസയുടെ കണക്കുകളും ഇൻകം എക്സ്പെൻഡിച്ചറും ഇങ്ങനത്തെ കാര്യങ്ങളും. അപ്പോൾ ഇതുമാതിരിയുള്ള ഓഫർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നാട്ടിലെ ആൾക്കാർക്ക് മുഴുവൻ കമ്പ്യൂട്ടർ പകുതിയിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നടക്കുള്ള കാര്യമാണെന്ന് ആലോചിക്കാനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഇത്രയും പേര് ചിലപ്പോൾ ഇതിൽ ഇടപെടില്ലായിരുന്നു, വന്നുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുമാതിരിയുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്നുള്ളൊരു സബ്ജക്റ്റിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു അടുത്ത കാലത്ത് വന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ പ്രസക്തി വന്നത് 2014 ഈ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ബുക്ക് ഇറക്കിയിരുന്നു. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ പറഞ്ഞ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള 144 ഇൻഡിക്കേറ്ററും അതും ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അടിസ്ഥാനമാക്കിയുള്ള സംഗതിയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് വേണം. അപ്പോൾ അതിന് അന്നത്തെ സെക്രട്ടറി ജനറൽ പറയുണ്ടായി, ദ വേൾഡ് മസ്റ്റ് അക്വയർ എ ന്യൂ ഡാറ്റ ലിറ്ററസി. The new skill is needed, he said, to meet the requirements of the UN Sustainable Development Goals, covering everything from poverty reduction to gender equality. Becoming data literate would help equip international community with the tools, methodologies, capacities and information necessary to shine a light on the challenges of responding to the new agenda. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയെ പറ്റിയിട്ടൊരു ബേസിക് തുടങ്ങിയത്. ആൾക്കാർക്ക് വെറും ഡാറ്റ എന്താണെന്നുള്ളതും അതിൽ നേരത്തെ പ്രൊഫസർ കുട്ടികൃഷ്ണൻ സാർ പറഞ്ഞതുമാതിരി ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണത്. അദ്ദേഹം നിർത്തി അവിടെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം നിർത്തിയിരിക്കുന്നത് ഒരു ഇലക്ഷനെ പറ്റി പറഞ്ഞില്ലേ, ഒരു 36 ഗാലപ്പ് പോളിലൊരു കാര്യം പറഞ്ഞു 1936. ആ കഥയ്ക്ക് ഒരു ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. ആ പ്രൊഫസർക്ക് അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വിട്ടുപോയതായിരിക്കും. 1936 ഈ റൂസ്വെൽറ്റിൻ്റെ ഇലക്ഷൻ സമയത്താണ് ആദ്യമായിട്ട് ഇലക്ഷൻ പോൾ നടത്തിയത്. അന്നാണ് ഈ ഗാലപ്പ് പോള് വന്നത്. പക്ഷേ ഗാലപ്പ് പോളിനും അതേ സമയത്ത് തന്നെ ന്യൂയോർക്ക് ടൈംസ് ആണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ന്യൂസ് പേപ്പറാണ്. ന്യൂയോർക്ക് ടൈംസ് ഒരു സർവേ പേപ്പറിൻ്റെ കൂടെ എല്ലാവർക്കും കൊടുക്കും ഇതേ ഇലക്ഷൻ ആർക്കാണ് വോട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരുടെ സർവേയിൽ ഏകദേശം 3 മില്യൺ എന്നൊക്കെ അവർ പറയുന്നത്. അത്രയും റെസ്പോൺസ് ഉണ്ടായിരുന്നു ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഇതേ ഒപ്പീനിയൻ, ആർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുക എന്നുള്ളത്. ഗാലപ്പ് പോൾ ചെയ്തതാണെങ്കിൽ ആകെ ഒരു 3 ലക്ഷം സ്റ്റാറ്റിസ്റ്റിക്കലി സെലക്റ്റഡ് പ്രോപ്പർലി സെലക്റ്റഡ് സാമ്പിളാണ് അവരുടെ. അതിൽ 3-4 ലക്ഷം സർവേ റെസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നത്. ന്യൂയോർക്ക് ടൈംസിനാണെങ്കിലും 35 ലക്ഷം 40 ലക്ഷം അങ്ങനെ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഗാലപ്പ് പോളിൻ്റെ ചെറിയൊരു സാമ്പിൾ ചെയ്ത ഗാലപ്പ് പോളിൻ്റെത് കറക്റ്റായി വന്നു. ന്യൂയോർക്ക് ടൈംസിൻ്റെത് കംപ്ലീറ്റ് തെറ്റിപ്പോയി. കാരണം ന്യൂയോർക്ക് ടൈംസ് അദ്ദേഹത്തിന് എതിരായി നിന്ന സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് അവരുടെ എല്ലാ. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അതുവരെ അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ ഇത്രയും വലിയ സാമ്പിളാണ്, 3 മില്യൺ ആണ് ഞങ്ങളുടെ സാമ്പിൾ സൈസ്. ഗാലപ്പിനാണെങ്കിൽ 3 ലക്ഷമേ ഉള്ളൂ, 10-1 ഉള്ളൂ. പക്ഷേ അതിന് കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ന്യൂയോർക്ക് ടൈംസിൻ്റെ സാമ്പിൾ ഒരു റാൻഡം സാമ്പിൾ ആയിരുന്നില്ല. ആ പേപ്പർ വാങ്ങുന്നവരുടെ അടുത്ത് മാത്രമേ ഇത് പോയിട്ടുള്ളൂ. ആ പേപ്പർ വാങ്ങുന്നവരാണെങ്കിൽ ഒരു പ്രത്യേക വ്യൂ പോയിൻ്റുള്ള ഡെമോക്രാറ്റ്സാണ് അന്ന് ഡെമോക്രാറ്റ്സ് അല്ല റിപ്പബ്ലിക്സിൻ്റെ ആൾക്കാരാണ് ആ പേപ്പർ വായിക്കുക. അപ്പോൾ റിപ്പബ്ലിക്കൻ്റെ ആൾക്കാരെടുത്ത് ആ പേപ്പർ പോയി കഴിഞ്ഞാൽ അവരുടെ കാൻഡിഡേറ്റ്സിന് വോട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതാണ് പ്രൊഫസർ നിർത്തിയോടെ ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ വെറും നമ്പർ മാത്രം നോക്കിയല്ല, അതിനെപ്പറ്റി നമുക്കൊന്ന് റീസൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഈ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളൊരു കാര്യങ്ങൾ. കുറേ എക്സാമ്പിൾസ് എൻ്റെ അടുത്തുണ്ട് അതിനെപ്പറ്റി. ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഈ 10 വർഷം കൊണ്ടുള്ള മാറ്റങ്ങളാണ്
ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്ത് പോലെ ന്യൂസ് പേപ്പറിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നുള്ളൂ. ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഡാറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് പേപ്പറിൽ വരില്ല. വല്ലപ്പോഴും ആകെ വന്നുകൊണ്ടിരുന്നത് കമ്പോള നിലവാരം എന്ന് പറഞ്ഞ് സാധനങ്ങൾ വിലയുടെ അല്ലാതെ വേറൊന്നും അന്ന് വരില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് നിങ്ങളെ ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസ് തന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്. GDP ഇത്ര ഗ്രോ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് വാല്യൂ ഇത്ര കൂടി, കേരളത്തിന് ഇത്ര ഫണ്ട് കിട്ടിയാലോ, ഇങ്ങനെ എല്ലാ ന്യൂസുകളിലും നമ്പർ അത്രയും അടിസ്ഥാനമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് മീഡിയ, അപ്പോൾ ഇതിലെ കൂടെയൊക്കെ നമുക്ക് ഒരുപടി ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാറ്റ കൊണ്ട്. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെയാണ്, ഈ ഡാറ്റ ഏത് വിശ്വസിക്കണോ, ഈ ഡാറ്റ നമുക്ക് ഒരാൾക്ക് പറയാൻ പറ്റിയ ഡാറ്റയാണോ, നമുക്കത് ആർഗ്യൂ ചെയ്യാൻ പറ്റിയ ഡാറ്റയാണോ, ഈ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എല്ലാവർക്കും വേണമെന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിൽ വന്നത്. പണ്ടാണെങ്കിൽ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ഇന്നത് വളരെ ആയിരിക്കുന്നു. ഇപ്പം ഈ വേൾഡ് ബാങ്കിൻ്റെ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഏകദേശം 5 ബില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്നത് 2022 പറഞ്ഞത്. അത് പിന്നെയും കൂടിയിരിക്കുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് അന്ന് 63% ആൾക്കാർക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടിയിട്ട് 776 മില്യൺ, അതായത് 7.76 ബില്യൺ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഇൻ്റർനെറ്റ് യൂസേജ് പ്രത്യേകം പറയാൻ കാരണം ഇൻ്റർനെറ്റിലൂടെയാണ് നമുക്കിപ്പോൾ കൂടുതൽ ഈ ഡാറ്റ ഇൻഫർമേഷൻ വരുന്നത്. അപ്പം പഴയ കാലത്തിനേക്കാളും കൂടുതൽ അന്ന് ന്യൂസ് പേപ്പറിലൊക്കെ വളരെ കെയർഫുള്ളി എഡിറ്റഡ് ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ വരുന്നതിന് പകരം യാതൊരു ക്ലിയറൻസും ഒരു ക്ലിയറിങ് ഇതില്ലാതെ TV ഡിസ്കഷനിലൊക്കെ നമ്പറിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പം കാണുന്നത്. അത് പലർക്കും നമുക്കതിനെ പറ്റിയിട്ടുള്ളൊരു എവാലുവേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയുടെ ആവശ്യം. നമുക്ക് ഈ ആർട്ടിക്കിൾസ്, ന്യൂസ് സ്റ്റോറി, ഹെഡ്ലൈൻസ് ഇതൊക്കെ ഒന്ന് എവാലുവേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തുതരം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൈൻഡിങ്സ് ആണെങ്കിലും അത് കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് എവാലുവേറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി വേണമെന്നുള്ളത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി പ്രോജക്റ്റ് ഇൻ്റർനാഷണലി കുറച്ച് ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ അതിനെ പറ്റിയിട്ടുള്ളൊരു ആക്ടിവിറ്റി അതും ഇല്ലെങ്കിലും ഒരു WM ക്ലർക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊരു വലിയൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രൊഫസർ അതിനെപ്പറ്റി ഒരുപാട് ബുക്സുകളും കാണാം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ലിറ്ററസിയെ പറ്റി നോക്കുകയാണെങ്കിൽ. അപ്പം ഈ നമ്പർ മാത്രം പോരാ, നമ്പറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കറക്റ്റ് ഭാഷയും വേണം. ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നമ്പർ മാത്രം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ലാർജ് പാർട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി വിൽ ഹാവ് സംതിങ് ടു ഡു വിത്ത് ദ ലാംഗ്വേജ്, ദ റൈറ്റ് യൂസ് ഓഫ് ദ ലാംഗ്വേജ്. അപ്പം ഈ ഇതിനെ പറ്റിയിട്ടുള്ള വേറെ നമ്മുടെ സുഹൃത്തുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയെ പറ്റി ഒരുപാട് ബുക്സ് എഴുതിയാണ് പ്രൊഫസർ മൈലോ ഷീൽഡ് മുതൽ ബുക്കുകൾ നോക്കുകയാണെങ്കിൽ കിട്ടും ഇതിനെ പറ്റിയിട്ട്. പക്ഷേ നമ്മളിവിടെ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു പ്രവണത, ഒരുപാട് ഡാറ്റ കോട്ട് ചെയ്യുന്നുണ്ട് പലരും, ഗവൺമെൻറ്റുകൾ, നമ്മളും എല്ലാവരും കോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം ഈ നമ്പർ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ആലോചിക്കാനുള്ളത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ ആ നമ്പർ നേരത്തെ ഞാൻ ചോദിച്ച മാതിരി 50 കോടി ജനങ്ങൾ പോയി എന്ന് വെച്ചാൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാനുള്ള ആ ഒരു ലോജിക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് എന്ന് പറയാനുള്ള പ്രത്യേക കാരണം അതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗവൺമെൻറ്റും ഒരുപാട് അവകാശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ അവകാശങ്ങൾ കൊണ്ടുവരുന്നത് നമ്പർ വെച്ചിട്ടാണ് പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് പറയുമ്പോൾ അത് എത്രമാത്രം ശരിയാണ്. ഉദാഹരണമായിട്ട് ഞാനൊരു 3-4 കൊല്ലം മുമ്പ് പ്രധാനമന്ത്രിയോട് വന്നപ്പോൾ പറഞ്ഞു, കേരളത്തിൽ 3.5% ആൾക്കാർക്ക് ടാപ്പ് വാട്ടർ ഉള്ളൂ. അത് വലിയ ന്യൂസായിട്ടൊന്ന് പേപ്പറിൽ വന്നു. അത്രയും മോശമാണ് കേരളത്തിലെ കണ്ടീഷൻ, 3.5% ആൾക്കാർ. അപ്പോൾ 3.5% ടാപ്പ് വാട്ടർ ഉള്ളെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം ബീഹാറിലടക്കം വന്ന് 15-12%, 13%. നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കുടിക്കുന്ന വെള്ളം മഹാമോശമുള്ളതാണ്. പക്ഷേ നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഹില്ലി റീജിയൻ, ഗോവ, കോസ്റ്റൽ റീജിയനിൽ മുഴുവൻ പ്രൈവറ്റ് കിണറുകളിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ പ്രൈവറ്റ് കിണറുകളിൽ വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി മറ്റേതിനേക്കാളൊക്കെ നല്ലതാണ്. നമ്മൾ സ്വന്തം കൺട്രോളിലുണ്ട്. അല്ലാണ്ട് നോർത്തിലുള്ള മാതിരി ഒരു കോമൺ കിണർ പോയിട്ടല്ല നമ്മൾ വെള്ളമെടുക്കുക. നമ്മൾ വെള്ളമെടുക്കുന്നത് നമ്മുടെ സ്വന്തം കിണറാണ്. അപ്പോൾ ഈ വിവരം ഞാനന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി. പ്രധാനമന്ത്രി ഇത് പറഞ്ഞതിൻ്റെ ടാപ്പ് വാട്ടർ ഇല്ല, പക്ഷേ ടാപ്പ് വാട്ടറിനേക്കാളും നല്ല വെള്ളമാണ്
അതാണ് നേരത്തെ പ്രൊഫസർ പറഞ്ഞ രുക്മിണിയുടെ ബുക്കിൽ എഴുതിയ ഒരു ചാപ്റ്റർ ഉള്ളതാണ്. അപ്പോൾ ഡാറ്റ നമ്പർ മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ലെന്ന് പറയും. നമ്പറിൻ്റെ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് ശരിയായ രീതിയിലുള്ള ഇൻ്റർപ്രിറ്റേഷൻ പറ്റുള്ളൂ. ഈ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാറുള്ളത് ഈ കോവിഡിൻ്റെ കാലത്ത് നമുക്കറിയാം വൈകുന്നേരം ഒരു 5 മണിക്ക് 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ് കോൺഫറൻസ് കേരളത്തിലുണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം കേരളത്തിൽ മുഴുവൻ ആളും ടി വി തുറന്നു നോക്കും. കാരണം അന്ന് എത്ര നമ്പർ കോവിഡ് എത്ര നമ്പർ കൂടി അത് പലരും എഴുതി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഡയറിയിൽ. ഇന്ന് എത്ര പേർ കൂടി. കാരണം നമ്പറിന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കൊരു ഇഷ്ടം വന്ന സമയമായിരുന്നു കോവിഡിൻ്റെ കാലത്ത്. ഞാനത് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിക്ക് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോഴും ഞാൻ ഈ കാര്യം പറയുണ്ടായി. ഈ കോവിഡ് മാനേജ്മെൻറ്റ് കേരളത്തിൽ ഏറ്റവും നന്നായി വന്നത് ഈ ഡാറ്റ വെച്ചിട്ടാണ്. ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റാണ്. അത് വൈകുന്നേരം നമ്മൾ ഏറ്റവും കൂടുതൽ എത്തിച്ചിരുന്നത് ഈ നമ്പർ കാണാം, ഇന്നത്ര പേരുടെ കോവിഡ് വന്നതുകൊണ്ട്. അപ്പോൾ നമ്പറിനെ പറ്റിയിട്ട് ജനങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കൂടിയിട്ടുണ്ട്. കോവിഡിൻ്റെതാണൊരു സാധാരണ പിന്നെയുള്ളത് വേറൊന്ന് എല്ലാ പേപ്പറുകളിലും ഈ ഡാറ്റ ജേർണലിസം എന്ന് പറഞ്ഞൊരു പുതിയതെന്ന് പറയാൻ പറ്റില്ല, അടുത്ത കാലത്ത് വന്നൊരു മേഖലയാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ ഹിന്ദു വായിക്കുന്നവർക്ക് ഹിന്ദുവിൻ്റെ സെൻട്രൽ പേജിൽ തന്നെ ഒരു പേജ് നമ്മളെ പറയുന്നവരാണ് ഡാറ്റയെ പറ്റി മാത്രമുള്ള ഡെയിലി ഒരു പേജുണ്ട്. പിന്നെ ഒരുപാട് ഓൺലൈൻ വേറെ മീഡിയ ഉണ്ട്. ഡാറ്റ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു നേര്, അവരും ഇന്ത്യയുടെ ഡാറ്റയെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ വർക്കാണ്. പിന്നെയുള്ളത് നമ്മളെ കേരളത്തിലും പേപ്പറുകൾ അത്ര വന്നിട്ടില്ലെങ്കിലും ഒരുപാട് ആർട്ടിക്കിൾ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡാറ്റ ജേർണലിസം വന്നത് വളരെ ഒരു എൻകറേജിങ് ആണ് നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മളുടെ ഈ ഡാറ്റ ഇതുവരെ കാണാത്ത പല മേഖലകളിലും പലാത്ത ഇൻ്റർപ്രിറ്റേഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ ജേർണലിസം വന്നപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറേയും കൂടെ പബ്ലിസിറ്റി കൂടിയിട്ടുണ്ട്. അതിലൊക്കെ വരുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഈ ഡാറ്റയെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മളെങ്ങനെ കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും അതിനാരും ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. നമ്മളവിടെ പോയിട്ട് വല്ല ഫോർമുല ഡിറൈവ് ചെയ്ത് കൊടുത്ത് അത് പഠിച്ച് വെച്ച് പാസ്സാവും. പക്ഷേ ഈ ഡാറ്റയും റിസൾട്ടും നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു വലിയൊരു ഇഷ്യൂ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസിൽ പൊതുവെ ഞാൻ കാണുന്നതാണ്. അത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ നോക്കുമ്പോൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വഴി വരുന്നില്ല. ആ ഒരു കോണ്ടെക്സ്റ്റ് കൂടെയാണ് ഈ ഡാറ്റ ലിറ്ററസിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. പ്രത്യേകിച്ച് ഈ സർവേ ഫൈൻഡിങ്സൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പബ്ലിക് ഡിബേറ്റുകളും ഒക്കെ ഈ സർവേ ബേസ്ഡാണ് നടക്കുന്നത്. പക്ഷേ ആ സർവേ എങ്ങനെ ചെയ്തു, സർവേയിൽ എന്തുതരം ക്വസ്റ്റ്യൻ ചോദിച്ചു, ആര് ഈ സർവേ ചെയ്തു, ഇതൊന്നും നമ്മൾ ഒരിക്കലും അന്വേഷിക്കാറില്ല. സർവേയിൽ ഇത്ര പറഞ്ഞു. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പാണ്, 2008 ഒരു സംഗതിയായിരുന്നു. ഒരു MMR വാക്സിൻ എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഒരു കോൺട്രവേഴ്സി എന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. MMR വാക്സിൻ ചെയ്ത കുട്ടികൾക്ക് ഈ ഓട്ടിസം വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളൊരു വലിയൊരു പഠനം നടത്തി. അത് ഈ ലാൻഡ്സെറ്റ് എന്ന് പറഞ്ഞൊരു ജേർണലുണ്ട്, ഈ മെഡിക്കൽ ലാൻഡ്സെറ്റിൽ വന്നതാണ് 2008. അല്ല 1998 ഈ ആർട്ടിക്കിൾ വന്നു. ഈ ലാൻഡ്സെറ്റ് പബ്ലിഷ് ചെയ്തു. ലാൻഡ്സെറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണലായതുകൊണ്ട് എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തു. അതേ ആർട്ടിക്കിൾ 12 വർഷം കഴിഞ്ഞിട്ട് അത് റിട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് ലാൻഡ്സെറ്റ് തന്നെ. കാരണം എന്താ വെച്ചാൽ ഈ ആർട്ടിക്കിൾ എഴുതിയത് ഒരു 12 പേരാണ് എഴുതിയത്, ഒരാളല്ല. 12 പേര് ചേർന്ന ടീമാണ് ഈ സ്റ്റഡി നടത്തിയിട്ട് ഈ ആർട്ടിക്കിൾ ലാൻഡ്സെറ്റ് പബ്ലിഷ് ചെയ്ത്. അപ്പോൾ MMR വാക്സിൻ ഉപയോഗിച്ച് തന്നെ ഓട്ടിസം കൂടുന്നുള്ളത് വളരെ സെൻസിറ്റീവായൊരു സബ്ജക്റ്റാണ്. അത് കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി ഈ സ്റ്റഡിയുടെ ഡീറ്റെയിൽസ് എന്താണ്, ആര് നടത്തി, എങ്ങനെ നടത്തി. അങ്ങനെ ഡീറ്റെയിൽസ് വന്നപ്പോഴാണ് മനസ്സിലായത് 12 കുട്ടികൾ മാത്രമാണ് ഇവർ സ്റ്റഡി ചെയ്തത്. 12 കുട്ടികളിൽ ഇവർക്ക് ഒരു സാമ്പിൾ സൈസ് 12 അതിൽ 8 പേർക്ക് മറ്റേ ഓട്ടിസം ഇത് വന്നു. അപ്പോൾ ഈ കോറിലേഷൻ കോസേഷൻ എന്താണെന്ന് സാധാരണ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് നോക്കാതെ ഈ 12 പേരെ വെച്ചിട്ടാണ് ഇത്രയും ഒരു സ്റ്റഡി നടത്തിയത് ലാൻഡ്സെറ്റിൽ വന്നത്. ലാൻഡ്സെറ്റിൽ വന്നുകൊണ്ട് പലരും അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ വിശ്വസിച്ചു. ലാൻഡ്സെറ്റ് ഈ സർവേ ഈ റിപ്പോർട്ട് റിട്രാക്ട് ചെയ്തു, അത് റിമൂവ് ചെയ്തു അവരുടെ സൈറ്റിൽ നിന്നൊക്കെ. അതിന് ശേഷമാണ് ആൾക്കാർ നോക്കുമ്പോൾ പലതരം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ മരുന്നിന് MMR വാക്സിന് എതിരായിട്ട് വരാനുള്ള.
അപ്പം അങ്ങനെ വന്നൊരു ആർട്ടിക്കിളാണ് ഈ 12 സ്റ്റഡി നടത്തിയ 12 റിസർച്ചേഴ്സും പലരുടെയും ബാക്ക്ഗ്രൗണ്ട് മെഡിക്കലോ സ്റ്റാറ്റിസ്റ്റിക്സോ ആയിരുന്നില്ല, പല കാര്യങ്ങൾ പുറത്തു വന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഇത്തരം ഹെഡിങ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അതിലും കൂടുതൽ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെവിടെയൊക്കെ വരുന്നതാണ്, ഏതെങ്കിലും ചില പഴം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനുള്ള സാധ്യത 100% കൂടുന്നു. അതും ഒരു പ്രത്യേക തരം അങ്ങനെയൊക്കെയാണ് വലിയ ഹെഡ്ലൈൻസ് വരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതൊരു പ്രത്യേക ക്യാൻസറിൻ്റെ പറ്റിയത് കണ്ടത്. അപ്പോൾ ആ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്യാൻസർ 100% ഇരട്ടി കൂടും എന്ന് പറയും. അപ്പോൾ 100 ഇരട്ടി കൂടിക്കഴിഞ്ഞാൽ കഴിച്ച ഉടനെ നമ്മൾ വരുന്നുള്ളൊരു ധാരണ എല്ലാവർക്കും മനസ്സിൽ വരും. അപ്പോൾ ആ പെർട്ടിക്കുലർ ടൈപ്പ് ക്യാൻസർ വരുന്ന ഇൻസിഡൻസ് എത്രയാണ്, എത്ര പേര് പോലും അത് 0.00000 അത്രയും പേർക്ക് ഈ ക്യാൻസർ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ 100 ഇരട്ടി ആയി കഴിഞ്ഞാലും 0.00002 പോകുന്നേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഹെഡ്ലൈൻസ് വരുന്നത് കാണുമ്പോൾ നമ്മൾ 100% ഇരട്ടി ഈ കുറിച്ച് കഴിഞ്ഞാൽ പോകും. എല്ലാ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പറയണം, അതിന് ഉടനെ ആക്സെപ്റ്റ് ചെയ്യാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എപ്പോഴും നോക്കണം. ഈ 2-3 എക്സാമ്പിൾസ് അങ്ങനത്തെ വളരെ ക്ലിയറാണ്. ഈ ഹെഡ്ലൈൻസ് എപ്പോഴും നമ്മൾ ഇത് വളരെ വിഷമത്തിലാക്കും. അതുമാതിരി നേരത്തെ പ്രൊഫസർ പറഞ്ഞ ഇൻഡെക്സ് ബേസ്ഡ് പലതരം ഇൻഡെക്സിൽ കേരളം ഒന്നായിരിക്കുന്നു. എല്ലാ ഇൻഡെക്സിലും കേരളം 1-2 ആവും, ചില ഇൻഡെക്സിൽ കേരളം വളരെ മോശമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇൻഡെക്സ് നോക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു ഇൻഡെക്സ് ഉണ്ടായിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയുടെ 4-ൽ 3 കുറഞ്ഞു, അല്ലെങ്കിൽ 140 130 വലിയ കാര്യം പറയരുത്. പക്ഷെ നമ്മളാരും ഈ ഇൻഡെക്സിന് അകത്തെന്താണുള്ളത്, ഏതൊക്കെ വേരിയബിൾസാണ് ഉപയോഗിക്കുന്നുള്ളത് ആരും നോക്കില്ല. ഈസ് ഓഫ് ഡൂയിങ് കുറയാനെന്താ ഒരു കാരണം ഉണ്ടായിരുന്നത്, ഈസ് ഓഫ് ഡൂയിങ് ഉപയോഗിക്കുന്ന 10-20 വേരിയബിൾസിൽ അതിൽ മാത്രം ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യും ആ വേരിയബിൾ. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഫൈനലി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോയി. കാരണം വേൾഡ് ബാങ്ക് തന്നെ പറഞ്ഞു ഇതിൽ ഇൻഡെക്സിൽ മെത്തഡോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ അതുവരെ നമ്മളെല്ലാവരും കെട്ടിഘോഷിച്ചിരുന്ന കാര്യമായിരുന്നു ഈസ് ഓഫ് ഇൻഡെക്സ് വളരെ നല്ലതാണ്. അതുമാതിരി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇതൊക്കെ നമ്മളൊക്കെ എപ്പോഴും ബെനിഫിഷ്യൽ ആണെങ്കിൽ നമ്മൾ ഉടനെ ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ മറ്റേ തിയറിയോ ലോജിക്കൊന്നും നമ്മളതിലേക്ക് നോക്കില്ല. നമുക്ക് ഇന്ത്യക്ക് ബെനിഫിറ്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അവർ പബ്ലിഷ് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അതൊക്കെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയുടെ ഒരു ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ നടന്നു പോകുമ്പോൾ കാണാം വലിയ സെയിൽ പറഞ്ഞ് കാണും 50% ഓഫ് പറയും. 50% ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ എല്ലാ സാധനത്തിനും 50% കിട്ടുമോ, അതോ മാക്സിമം 50% കിട്ടും, അതൊന്നും അത് പറയില്ല. ചിലപ്പോൾ ഒരൈറ്റത്തിന് മാത്രം 50% ഉണ്ടാവും. അപ്പോൾ ഇതുമാതിരിയുള്ള ഒരുപാട് കാണും. അപ് ടു 50% ആണോ എന്നറിയില്ല. പിന്നെ ചില ഇലക്ഷനിൽ തന്നെ പറയുന്നതാണ് 50 എൻ്റെ 100% വോട്ട് ഷെയർ കൂടിയെന്ന് പറയും. അത് 2% ആയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല, അപ്പോൾ 4% ആയിട്ടുണ്ടാവും. അപ്പോൾ 100% കൂടിയെന്ന് പറയും. അതല്ലെങ്കിൽ ചിലപ്പം 10 മുതൽ 15 വരെ % ആയിട്ടുള്ള അത്രേ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ പറയുമ്പോൾ ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടിയിരിക്കുന്നു. ഇതേമാതിരി തന്നെയാണ് ഹിന്ദുവിൽ വന്നൊരു ന്യൂസ് ഞാൻ എഴുതി വെച്ചിരുന്നു. ഇത് സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയ ന്യൂസ് വന്നു കഴിഞ്ഞൊരു മാസം വന്ന മുമ്പാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 100 out of 1 lakh women were diagnosed with breast cancer. അത് വലിയൊരു നമ്പറല്ലേ. ഈ ഹെഡ്ലൈൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1,00,000 പേർ സ്ത്രീകളുടെ നോക്കിയപ്പോൾ 100 പേർക്ക് ഒന്നുള്ളത്, അത് ഹിന്ദുമാതിരിയുള്ള പേപ്പറിൽ വരികയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് പിന്നെ എഴുതിയിരിക്കുന്നു ഫ്രം അപ്രോക്സിമേറ്റ്ലി 1,82,000 ഓഫ് cases of breast cancer at present, the report projected the cases to rise to 2,50,000 by 2030. അപ്പം തോന്നി അത്ര കൂടാൻ വഴിയില്ല. പിന്നെന്താ ചെയ്തിരിക്കുന്നത്, ഈ 100 out of 1 lakh എന്ന് പറഞ്ഞാൽ 1 lakh സ്ക്രീനിങ് ചെയ്തവരാണ്, അല്ലാണ്ട് 1 lakh പോപ്പുലേഷനുള്ളവരല്ല. അതവർ ആ പർട്ടിക്കുലർ വേർഡ് അവർ വിട്ടുപോയിരിക്കുന്നു. 100 out of 1 lakh സ്ക്രീനിങ്ങിന് പോകുന്നവർക്ക് എന്തെങ്കിലും ചെറിയ സംശയമുള്ളവരൊക്കെയാണല്ലോ കൂടുതൽ. അപ്പോൾ ആ പോപ്പുലേഷൻ അത് ജനറൽ പോപ്പുലേഷൻ അല്ലത്. പക്ഷേ ഹെഡ്ലൈൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ജനറൽ പോപ്പുലേഷനാണ്, ഇത് വലിയൊരു നമ്പർ കൂടി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചില എക്സാമ്പിൾസ് അതിനകത്ത് എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഈ എന്താണ് ഇപ്പോൾ ഈ ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനകത്ത് ഇതുവരെയുള്ള നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി ദി എബിലിറ്റി ടു കോംപ്രഹെൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡാറ്റാ ബേസ്ഡ് ഇൻഫർമേഷൻ, ആ ഒരു അത്രയൊക്കെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എബിലിറ്റി മാതിരി എഴുതി കളഞ്ഞോട് വായിക്കാൻ പറ്റുന്നുള്ളതല്ല. ന്യൂമറസി ആണെങ്കിൽ ഞങ്ങളൊരു NSSോട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ടെസ്റ്റ് ചെയ്തിരുന്നു. ന്യൂമറസി ആൾക്കാരോട് ചെറിയ ചില നമ്പർ കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞിട്ടൊക്കെ ലിറ്ററസിക്കും ടെസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിക്ക് ഈ ഒരു ഇഷ്യൂ ആണുള്ളത്. സംവാട്ട് അഡ്വാൻസ്
ലെവലൊന്നും നോക്കാതെ സാധാരണ ലിറ്ററസിയും ആവശ്യമാണ്, കുറച്ച് ന്യൂമറസി ആവശ്യമാണ്, അതിൻ്റെ പുറകിൽ ഈ ഒരു തരം ലോജിക്കൽ റീസണിങ്ങും ആവശ്യമാണ് ഈ നമ്പറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ എവോൾവ് ചെയ്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്നുള്ളത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അതെല്ലാം അധികവും പറയാനുള്ളത് ഗവൺമെൻറ് ഡാറ്റ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. വേറെ ന്യൂസ് അടുത്ത കാലത്ത് വന്നു, ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ സർക്കുലേഷൻ ഉള്ളത് യു പിയിലാണ്. 3,83,54,00,000 ന്യൂസ് പേപ്പർ യു പിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയ ഹിറ്ററായിട്ട് വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും യു പിക്കാരാണ് ഏറ്റവും കൂടുതൽ പേപ്പർ രാവിലെ എഴുതിയിട്ട് വായിക്കുന്നത്. അപ്പോൾ യു പിയിലെ പോപ്പുലേഷനും നമ്മുടെ പോപ്പുലേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസ് നമ്പർ എന്താണെന്നുള്ളത് കമ്പയറിങ് നമ്പർ ചെയ്യുമ്പോൾ അബ്സല്യൂട്ട് നമ്പർ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ യു പിയിൽ 12 കോടി 13 കോടി മറ്റു പോപ്പുലേഷൻ. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഇത്രയും ഈ പറഞ്ഞ മാതിരിയുള്ള 3 കോടി പേപ്പർ സർക്കുലേഷൻ ഉള്ളത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 3-3.5 കോടി 3.6 അത്ര ജനങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ഏകദേശം ഇതിനടുത്ത് തന്നെ വരും നമ്മൾ. അപ്പോൾ ഈ നമ്പറുകൾ ഒരു നോർമലൈസ് ചെയ്യാതെ പറയുമ്പോഴാണ് എപ്പോഴും ഈ അബ്സല്യൂട്ട് നമ്പർ പറയുമ്പോഴത് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പല പ്രസംഗങ്ങളിലും പല എഴുത്തുകളിലും ഈ നോർമലൈസ് ചെയ്യാതെയാണ് പലപ്പോഴും പറയുക. യു പിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ യു പിയിൽ ഇത്രയും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇത്രയാണ്, പഞ്ചാബിൽ ഇത്രയാണ്, കേരളത്തിൽ ഇത്രയുള്ളൂ. അപ്പം ഈ നോർമലൈസ് ചെയ്യാത്ത നമ്പറുകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെയുള്ളതാണ് മെയിൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഡിനോമിനേറ്റർ എന്താണെന്നുള്ളത് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ. പിന്നെ എന്താണ് വാട്ട് കോസസ് വാട്ട് എന്നുള്ളത്. അത് കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ ഇൻ്റലിജൻറ്റ് ഡിസിഷൻസ് ഇൻ എ ഡാറ്റ ഡ്രിവൺ ഡെമോക്രസി സിറ്റിസൺസ് മസ്റ്റ് ബി സ്റ്റാറ്റിസ്റ്റിക്കലി ലിറ്ററേറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഡാറ്റ ഡ്രിവൺ ഡെമോക്രസി നടക്കണമെങ്കിൽ കുറച്ചൊരു അടിസ്ഥാന ലിറ്ററസി ആവശ്യമാണ്. ദേ മസ്റ്റ് ബി ഏബിൾ ടു ഫോളോ ആർഗ്യുമെൻറ്റ്സ് ഇൻ എവറിഡേ മീഡിയ ദാറ്റ് യൂസസ് സ്റ്റാറ്റിസ്റ്റിക്സ് എസ് എവിഡൻസ്. എന്താണ് പേപ്പറിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സും അതൊന്ന് സ്വന്തമായിട്ട് ആലോചിച്ചും പറ്റിയും. ആൻഡ് they must learn how to analyze this argument, understand the influence on the numbers and reach a reasoned nuanced conclusion. Once this skill is acquired, it can be used on a daily basis throughout their life. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇത്രയും ഉദ്ദേശിച്ച് പറയാൻ നമ്മുടെ ഹിന്ദു ആർട്ടിക്കിളിൽ ഞാൻ പറഞ്ഞതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു കോമ്പിറ്റൻസി ഒരു ലിറ്ററസി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഡെമോക്രാറ്റിക് ഡിസ്കഷൻ ഒരു മീനിങ് ഫുൾ ഡിസ്കഷൻ നടക്കുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കും ആൾക്കാരൊക്കെ. അപ്പോൾ ഇതിന് അടുത്ത കാലത്തായിട്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണത്. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഷോ ഹൗ എ ഗവൺമെൻറ് ഈസ് ഡൂയിങ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ ഈസ് നൗ ഓൾ ടു ഫെമിലിയർ. അതൊരു പ്രൊപ്പഗണ്ട ടൂളായിട്ടാണ് ഈ നമ്പർ അധികം ഉപയോഗിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതും അതിൻ്റെ ആർഗ്യുമെൻറ്റ് നമുക്ക് ക്ലിയർ കട്ട് മനസ്സിലാക്കാനുള്ള എല്ലാ സിറ്റിസൺസിനും ആവശ്യമാണിത്. അപ്പം ഈ ഡെവലപ്പിംഗ് എ ലിറ്ററസി സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി ഈസ് ക്രൂഷ്യൽ ഫോർ ഹെൽത്തി പബ്ലിക് ഡിബേറ്റ്സ് ഇൻ നോളജ് ഡ്രിവൺ സൊസൈറ്റി. ഇറ്റ്സ് എൻ അർജൻറ്റ് റിക്വയർമെൻറ്റ് ടു ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് ഇൻ ഡാറ്റ എസ്പെഷ്യലി ഒഫീഷ്യൽ ഡാറ്റ. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിലാണ് ഞാനിവിടെ നിർത്തുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതൊരു ഒരു പുതിയൊരു മീനിങ് ഒരു കോൺസെപ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി. നമ്മൾ പഠിച്ചു വരുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സംഗതിയും അത് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ആവശ്യമാണ്. എമർജൻറ്റ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ടോപ്പിക് അല്ല ഇത്, നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി. ഞാനിവിടെ തൽക്കാലം നിർത്താം. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയെ സംബന്ധിച്ച് PC മോഹനൻ ISS സാറ് വളരെ വിശദമായിട്ട് പല മേഖലകളിൽ കൂടെ സാറ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റയ്ക്ക് കളക്ട് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആ അതിലൊരു മെഷർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡിസിഷൻ അതിൻ്റെ ബേസിലാണ്. ഇപ്പോൾ PSC ഒക്കെ എഴുതുന്ന കുട്ടികൾക്കറിയാം കട്ട് ഓഫ് മാർക്ക് ഒരു നമ്പർ അവിടെ വരും. ആ നമ്പറാണ് പലരുടെയും ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രോസസ്സാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അവിടെ നമ്മൾ പിന്നെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിറ്ററസി കാര്യങ്ങളെല്ലാം സാറ് വിശദമാണ്.
ഇവിടെ അത് നമുക്കൊരു ഡിസ്കഷൻ കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും അതിൽ ആദ്യം എനിക്കൊരു ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസിയെ കുറിച്ച് പറയുമ്പോഴെപ്പോഴും അതിൻ്റെ ഇപ്പോൾ GDP ഒരു ഔട്ട്പുട്ട് വന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വാല്യൂ അവിടെ ഡിസ്കഷനിൽ വരുന്നത്. പക്ഷേ ആ വാല്യൂവിലേക്ക് അറൈവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സോഴ്സ്. ഒരു എക്സാമ്പിൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു BPL സർവേ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്തിരുന്നു. BPL സർവേ എന്ന് പറഞ്ഞാൽ ബിലോ പോവർട്ടി ലൈനിലുള്ള ഫാമിലിയെ കണ്ടെത്താനുള്ള സർവേ ആണ്. അറൗണ്ട് 13 പാരാമീറ്റേഴ്സാണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തു, നമ്മളതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഫാമിലീസ് BPL ആണോ APL ആണോ ഡിസിഷനിൽ വന്നു. പക്ഷേ അത് വലിയൊരു പ്രശ്നമാണ് പിന്നീട് ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ പലപ്പോഴും BPL ആവേണ്ട ഫാമിലീസ് APL എന്നുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ വന്നു, APL ആയിട്ടുള്ള പലരും BPL വന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു ജനസമ്പർക്ക പരിപാടി വളരെ പോപ്പുലറായിരുന്നു. ആ സമ്പർക്ക പരിപാടിയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ വന്നത് ആൾക്കാരെ BPL ആക്കാൻ വേണ്ടിയുള്ള അപേക്ഷകളായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് എല്ലാ ഫാമിലീസും AP11 ആണ്, വെൽഫെയർ സ്കീംസ് വീട് കൊടുക്കുന്നതൊക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡിസിഷൻസ് തെറ്റിപ്പോകുന്നത് പ്രധാനമായിട്ടും ഇൻഫർമേഷൻസ് കൊടുക്കുന്നിടത്തിൽ ആ കൊടുക്കുന്ന ഇൻഫർമെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി, അയാൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻസ് അവർ കൊടുക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ നിഗമനം തെറ്റുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫർമൻസ്, അതായത് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ക്യാമ്പയിനായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ളൊരു സംഗതി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഒഫീഷ്യൽ സിസ്റ്റത്തിൽ നടത്തുന്ന പല സർവേകളും സമൂഹത്തിന് ഉപകാരപ്രദമാകാത്ത രീതിയിൽ ആവുന്നുണ്ട് എന്നൊരു അഭിപ്രായം. ഇത് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. സർവേയുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് ഞാൻ അധികം പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവിടെ ഈ എല്ലാ സർവേകളിലും പ്രോപ്പർലി നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ ഗ്യാലപ്പോളുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സർവേ 2-3 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ സൈഡ് സർവേ സെലക്ഷൻ അൺബയാസ്ഡ് റാൻഡം സെലക്ഷൻ ആണോ സാമ്പിൾ എന്നുള്ളത് ഒന്ന്. പിന്നെ രണ്ടാമത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അത് നോൺ സാമ്പിളിങ് എറർന്ന് നമ്മൾ പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സർവേ ഇതിലൊക്കെ വരുന്നത്. അതിനൊരു സൊല്യൂഷനൊന്നുമില്ല. അത് നോൺ സാമ്പിളിങ് എന്ന് വെച്ചിട്ടും BPL സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടാണ് എനിക്ക് റേഷൻ കാർഡ് കിട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരില്ല. അതിന് വേറെ സൊല്യൂഷനൊന്നുമില്ല. അത് നമ്മുടെ എല്ലാ സർവേയിലും എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ റെസ്പോൺസ് ബയാസ്ഡ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ അതിന് സാധാരണ ഗവൺമെൻറ് സിസ്റ്റത്തിലെ ആ മെത്തഡോളജിയിലാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. വിസിബിളായിട്ടുള്ള ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുണ്ടോ ആ ഒരു ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറഞ്ഞൊരു കൊണ്ട് കാണാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാ വെച്ചാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിങ്ങൾ വീട്ടിൽ കുടിവെള്ളത്തിൽ പോയിട്ടുണ്ടോ അത് കളവ് പറയാൻ പറ്റില്ല. നിങ്ങൾ വീട് പക്ക വീടാണോ അതാ സാധാരണ വീടാണോ, നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടോ കാറുണ്ടോ. അപ്പോൾ അത് ഇപ്പോൾ അങ്ങനത്തെ ചില ഇൻഡെക്സ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ നോൺ സാമ്പിളുകൾ കുറയ്ക്കാനുള്ള ഒരു വിദ്യയാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് സർവേസിൽ ഒരുപാട് മെത്തഡോളജി നമ്മൾ ഉപയോഗിക്കും ഈ ഒഫീഷ്യൽ ഡാറ്റ. പക്ഷേ ഒഫീഷ്യൽ ഡാറ്റയ്ക്ക് എപ്പോഴും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റ ആണെങ്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ സാറൊരു എക്സാമ്പിൾ തന്നു, 84-നും 89-നും വോട്ടർമാരുടെ സംഖ്യ വല്ലാതെ കൂടി. അപ്പം അതെന്താ ഇപ്പം കള്ളവോട്ടുണ്ടാക്കാൻ കൂട്ടിയതാണോ എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയിട്ട് കാര്യമില്ല. അതെന്താണ് കാര്യം? അത് സാറ് പറഞ്ഞ് 18 വയസ്സുള്ള 21 വയസ്സാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റ നോക്കുമ്പോൾ എപ്പോഴും ഇതുമാതിരിയുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവും. പലപ്പോഴും ഒരു കാരണം പറയില്ല. ഡാറ്റ നോക്കിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് നമ്മളെ സീരീസ് ഒരു ബ്രേക്ക് ചെയ്ത് വന്ന് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആവും. അപ്പോൾ അങ്ങനത്തെ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് റിസർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കാരണം എന്താണ്. ഇപ്പോൾ വോട്ടേഴ്സിൻ്റെ നമ്മളെ ഈ ഇലക്ഷൻ്റെ വോട്ടർമാരുടെ ഒരു ട്രെൻഡ് പഠിക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ട്രെൻഡ് മാച്ച് ചെയ്യില്ല. കാരണം 84 ഒരു പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ. അപ്പോൾ ആ കാരണം നോക്കണമെങ്കിൽ ഈ ഇതുമാതിരിയുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് പ്രത്യേകിച്ച് നോക്കണം. സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള എല്ലാ ഇതാണ് ഇഷ്യൂ. നമ്മൾ രണ്ടുപേരും പരീക്ഷയ്ക്ക് എഴുതിയതോ 5 മിസ്റ്റേക്ക് നമ്മൾ ചെയ്തു, 5 മിസ്റ്റേക്ക് ഇവരും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും ചീറ്റിംഗ് ചെയ്തു പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പിന്നെന്താ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ നോക്കുക രണ്ടുപേരും ഒരേ ക്വസ്റ്റ്യനാണ് റോങ് ആക്കിയത്. ചിലപ്പോൾ അതുമായിരിക്കാം. എന്നാലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പിന്നെ അത് എഴുതിയ മെത്തഡോളജി ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് രണ്ടുപേരും ഒരേ സെലക്ഷൻ, രണ്ടുപേരും ഒരേ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രോബബിലിറ്റി കൂടും. പക്ഷെ എന്നാലും സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുമാതിരിയുള്ളൊരു നമുക്കറിയാം അത് തിയറി. പക്ഷെ നമ്മളത് എങ്ങനെയത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്
ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്കല്ലോ, നമ്മൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ട് അടുത്ത സെഷൻ തുടങ്ങാനായിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ഫ്രം ഓഡിയൻസ് ആയി. എൻ്റെ ഒരു സുജിനാണ്, ഞാനിവിടെ എക്കണോമിക്സിലെ അധ്യാപകനാണ്. നമ്മൾ എക്കണോമിക്സിലധികം ഈ ഡാറ്റയൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ GDP ഇതെല്ലാം പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഈ GDPയുടെ ഒക്കെ ഒരു കാൽക്കുലേഷൻ മെത്തഡോളജി നോക്കുന്ന സമയത്ത് ശരിക്കും പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ വേണം, അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ഡാറ്റ വേണം. ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ശരിക്കും എല്ലാ വർഷവും ഡാറ്റ ഇന്ന് ഇത്ര ശതമാനം ഗ്രോ ചെയ്യുന്നുണ്ട്, ഇത്ര ഉണ്ട് എന്നൊക്കെ പറയും. ശരിക്കും നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാം. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഗിവൺ ബൗണ്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ ആക്ടിവിറ്റീസും അതിനകത്ത് വരണം. ഇന്നിപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരണം. നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് എക്കണോമിക് അല്ല, ബാക്കിയുള്ളവരുടെ എല്ലാം ഇതുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാൽ അപ്പോൾ ഓരോരോ ആക്ടിവിറ്റീസും നമുക്ക് ശരിക്കും കണക്കുകൾ വരണം എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യ മാതിരിയുള്ളത് അതും ഒരുപാട് ഇൻഫോർമൽ എക്കോണമിയാണ്. നമുക്ക് സാധാരണ ഫോർമൽ എക്കോണമിയാണ്, എല്ലാവരും വേജും ശമ്പളവും കൂലിയും വാങ്ങുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇത് നമ്മളിവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ബേസിയ സമയത്ത് അവരൊരു എല്ലാ ഡാറ്റയും മാക്സിമം കളക്ട് ചെയ്ത് 2011 ഇപ്പോഴത്തെ ബേസിയ. അപ്പോൾ എല്ലാ മേഖലകളിലുള്ള ഡാറ്റകൾ അന്നുമില്ല ഇന്നുമില്ല, അതൊക്കെ സർവേ ബേസ്ഡാണ്. അപ്പോൾ സർവേ ബേസ്ഡ് ഡാറ്റ അൺഓർഗനൈസ് സെക്ടറിൽ മുഴുവൻ സർവേ ബേസ്ഡാണ്. കാരണം നൂറുകണക്കിന് ചെറിയ കടകളുടെ ഡാറ്റ ഒന്നും വരുന്നത്. സർവേ ബേസ്ഡ് എസ്റ്റിമേറ്റ് ആകുമ്പോഴും അതൊരു എസ്റ്റിമേറ്റ് മാത്രമാണ്. അത് നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരുപാട് എസ്റ്റിമേറ്റ് അതിനകത്ത് ഉണ്ടാവും. സർവേ ചെയ്തതിൻ്റെ ഡിസൈൻ പ്രോബ്ലമൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് അത്. അടുത്ത വർഷം ഈ സർവേ ബേസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ എല്ലാ വർഷവും സർവേ ചെയ്യുന്നില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ അതിന് വേറൊരു ഇൻഡെക്സ് വെച്ചിട്ട് ഇതൊന്ന് കൂട്ടും. ചില സമയത്ത് GSTയുടെ ഗ്രോത്ത് നോക്കാം ഇപ്പോഴും. അപ്പോൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഇതുമാതിരിയുള്ള ചെറിയ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ, കൃഷി, പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഇങ്ങനത്തെ കുറേ സെക്ടേഴ്സ് നമുക്ക് എല്ലാ വർഷവും ഉണ്ടാക്കാം. പക്ഷേ ഈ സേവന മേഖലയിൽ നമുക്ക് ഇന്നും ഇതുവരെ ഒരു ക്ലിയർ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇല്ല. അപ്പോൾ ഒരുപാട് ഐറ്റംസ് മുഴുവൻ ഈ ഇതുമാതിരി ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചില ഇൻഡിക്കേറ്റർ നല്ല ഇൻഡിക്കേറ്ററായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാനുഫാക്ചറിങ് ആണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എല്ലാ മാസവും വരുന്നതാണ്. അപ്പോൾ ആ ഇൻഡെക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജനറലി കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ സേവന മേഖലയിൽ നമുക്ക് ഒരുപാട് മേഖലയിൽ ഇങ്ങനത്തെ ഇൻഡെക്സുകളൊന്നും. അപ്പോൾ അവിടെ ഒരു പ്രോക്സി ഇൻഡിക്കേറ്ററും ഒക്കെ വെച്ചിട്ടാണ് സെൻട്രൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം സ്റ്റേറ്റ് ലെവലിൽ ഇങ്ങനത്തെ ഇൻഡെക്സ് കിട്ടും. നമ്മൾ പലപ്പോഴും കേരളത്തിലും ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് കാലം നോക്കുന്ന സംഗതിയാണ്. നമ്മുടെ സ്റ്റേറ്റിൽ GSTP എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം GSTP അടിസ്ഥാനപ്പെട്ടിട്ടാണ് നമ്മളുടെ ഈ ബോറോയിങ് ലിമിറ്റ് 3% GSTP ആണ് കേരളത്തിൽ ബോറോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞ മാസം വന്നിരുന്നു. ധനകാര്യ കമ്മീഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് GSTP ആണ്. അവരുടെ ഈ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്സ് അതാണ്. നമ്മുടെ GSTP കൂടുന്ന കാരണം ചിലപ്പോൾ അത് കുറയും. നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നില്ല, അതിൽ നമ്മൾ എല്ലാ തരത്തിലും കേരളത്തിന് ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷേ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് GSTP ആണ്. ഇപ്പോൾ GSTP എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൽ ഇതുമാതിരിയുള്ള യാതൊരു കണക്കില്ല. കൃഷിയും ഒക്കെ ഒഴിച്ചാൽ ബാക്കി ഒരു മേഖല കണക്കില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും കേന്ദ്രത്തിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ GDP നിങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ വേറെ നിവൃത്തിയില്ല. പക്ഷേ നമ്മുടെ എസ്റ്റിമേഷൻ ആസ് ഓഫ് നൗ അങ്ങനെയൊരു മോശമെന്ന് പറയാനില്ല. നമ്മൾ ഈ ബാക്കിയുള്ള ഇപ്പം നിങ്ങൾ എക്സ്റ്റേണൽ വാലിഡേഷനാണ് നമ്മൾ പൊതുവെ ഡാറ്റ ചെയ്യുക. നിങ്ങൾ കോവിഡ് സമയത്താണ് നോക്കിയാൽ നമ്മുടെ GDP കുത്തനെ താണിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ചില വാലിഡേഷൻ നോക്കിയിട്ട് റീസണബിൾ ആണെന്നുള്ള ഉറപ്പാണ്. പിന്നെ നാഷണൽ ലെവലിൽ വലിയൊരു ഇഷ്യൂ ഞാൻ കാണുന്നില്ല. സംസ്ഥാന തലത്തിൽ എസ്റ്റിമേഷനാണ് കുറേ കൂടെ പ്രശ്നമുള്ളത്. ഓക്കെ, നമ്മൾ ഈ സെഷൻ്റെ ഒരു കൺക്ലൂഡിങ്ങിലേക്ക് വരികയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി എന്നുള്ള ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ശ്രീ PC മോഹൻ ISS സാറ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അതുപോലെ കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്നുള്ള ഈ പദവികളിലൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സാറ് വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ സാറിന് നമ്മളിപ്പോൾ അടുത്ത സെഷൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പേരിലും ആർട്സ് കോളേജ് ലിറ്ററേറ്റ് ഫസ്റ്റ് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം
ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.